ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ മനോഹരമായ കൊടൈക്കനാലിലേക്കാണ്. എല്ലാവരെയും ഈ ടൂറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AG ചർച്ച് വിഴവൂർ മെമ്പേഴ്സിനൊപ്പം പാരഡൈസ് ഹോളിഡേയ്സിൻ്റെ ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് യാത്ര തിരിച്ച് രാവിലെ 7 മണി ആയതോടെ കൊടൈക്കനാലിൽ എത്തിച്ചേർന്നു. AC ബസ് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള കാലാവസ്ഥയൊന്നും ഞങ്ങളെ ബാധിച്ചില്ല. ടൂറിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ പാട്ടും ഗെയിമുകളുമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ഈ യാത്രയിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു ഫുഡ്. എല്ലാ സമയത്തും നമുക്ക് ലഭിച്ച ഭക്ഷണം വളരെ ടേസ്റ്റിയും നല്ല ക്വാളിറ്റിയും ഉള്ളതായിരുന്നു. ഓരോ മീൽസും ശരിക്കും ആസ്വദിച്ചാണ് കഴിച്ചത്. ഇപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ചുരം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിൽ നമ്മൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിൽ രാവിലെ 7 മണിയായപ്പോൾ എത്തിച്ചേർന്നു. അവിടെ നിന്ന് എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം അടുത്ത യാത്രയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇവിടെ നിൽക്കുകയാണ്.
ഇവിടുന്ന് ഇനി സ്ഥലം കാണാൻ നമ്മൾ വന്ന ബസ്സിൽ പോകാൻ സാധിക്കില്ല. ഇവിടെയുള്ള കൊടൈക്കനാലിലുള്ള ലോക്കൽ ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊടൈക്കനാലിലെ വളരെ പ്രശസ്തമായ ഗ്രീൻ വാലി വ്യൂവിലാണ്. പണ്ട് സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇപ്പോൾ ഗ്രീൻ വാലി വ്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നുള്ള മലനിരകളുടെയും ആഴമേറിയ താഴ്വരകളുടെയും കാഴ്ച ശരിക്കും മനോഹരമാണ്. ഇവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. മഞ്ഞും തണുത്ത കാറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും എല്ലാം കൂടി ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് നൽകുന്നത്. ചില മലമുകളിൽ മഞ്ഞുമേഘങ്ങൾ ഒഴുകി നടക്കുന്നതും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. കൊടൈക്കനാലിൽ എത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് ഗ്രീൻ വാലി വ്യൂ. பணி எப்படி அப்போ சொல்லுங்க. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊടൈക്കനാലിലെ മറ്റൊരു മനോഹരമായ സ്ഥലമായ പില്ലർ റോക്സ് വ്യൂ പോയിന്റിലാണ്. പേര് പോലെ തന്നെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 3 വലിയ പാറക്കെട്ടുകളാണ് പില്ലർ റോക്സ്. ഇവിടെയുള്ള പ്രധാന ആകർഷണം ഈ ഭീമാകാരമായ പാറകളും അവയ്ക്കിടയിലൂടെ കാണുന്ന ആഴമേറിയ താഴ്വരയുമാണ്. മഞ്ഞ് നിറഞ്ഞ ദിവസങ്ങളിൽ ഈ പാറകൾ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന കാഴ്ച ശരിക്കും അതിമനോഹരമാണ്. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും തണുത്ത കാറ്റും മലനിരകളുടെ മനോഹരമായ കാഴ്ചകളും കൂടിയാകുമ്പോൾ ഇവിടുത്തെ അനുഭവം ഒന്നുകൂടി മനോഹരമാകുന്നു. ഇന്നത്തെ കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ പില്ലർ റോക്സിൻ്റെ മുഴുവൻ ഭംഗി നന്നായി ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോകളും എടുക്കാനും സാധിച്ചു. പില്ലർ റോക്സ് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ മനോഹരമായ ആനകളുടെ ഫോട്ടോ സ്പോട്ടിലും നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കും. കൊടൈക്കനാലിലെ ഏറെ പ്രശസ്തമായ ഗുണ കേവിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പണ്ട് ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഈ ഗുഹകൾ ഗുണ എന്ന സിനിമയിലൂടെ കൂടുതൽ ശ്രദ്ധ നേടിയതോടെയാണ് ഗുണ കേവ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ അടുത്ത കാലത്ത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് ഈ സ്ഥലം വീണ്ടും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. സിനിമയിൽ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ഗുഹയിലേക്ക് വീഴുന്നതും കൂട്ടുകാർ ജീവൻ പണയം വെച്ച് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ സ്ഥലത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതൽ പതിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടുള്ളവർക്ക് ഇവിടെ എത്തുമ്പോൾ സിനിമയിലെ ആ രംഗങ്ങൾ ഓർമ്മ വരാതിരിക്കില്ല. 3 വലിയ പാറക്കെട്ടുകൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആഴമേറിയ ഗുഹകളും ചുറ്റുമുള്ള ഇടതൂർന്ന കാടും കൂറ്റൻ മരങ്ങളും മഞ്ഞും ചേർന്ന് ഇവിടെയൊരു പ്രത്യേക മിസ്റ്റീരിയസ് അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത്. സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ ഗുഹകളിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ല.
വ്യൂ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ കാഴ്ച ആസ്വദിക്കേണ്ടത്. സിനിമയിലൂടെ പരിചിതമായ ഈ സ്ഥലം നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇതാണ് എഴുതിയിട്ടില്ലല്ലോ ബോർഡില്. നില്ല ഇപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലെ പ്രശസ്തമായ പൈൻ ഫോറസ്റ്റിലാണ്. കൊടൈക്കനാലിലെ പൈൻ വനങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയതു മുതൽ രൂപപ്പെട്ടതാണ്. പിന്നീട് ഇവിടം കൊടൈക്കനാലിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നായി മാറി. ഉയരത്തിൽ ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന പൈൻ മരങ്ങളും മരങ്ങൾക്കിടയിലൂടെ വരുന്ന തണുത്ത കാറ്റും നിലത്ത് വീണുകിടക്കുന്ന പൈൻ ഇലകളും ചേർന്ന് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ്. നിരവധി ഫോട്ടോഷൂട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ തന്നെയാണ് ഇത്. ഇവിടെ എത്തിയപ്പോൾ കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങളും മരങ്ങളൊക്കെ പിടിച്ച് അതിനു ചുറ്റും കറങ്ങി കുട്ടികളെ പോലെ കളിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. ശരിക്കും യാത്രയിലെ ഇത്തരം ചെറിയ തമാശകളും സന്തോഷ നിമിഷങ്ങളുമാണ് പിന്നീട് ഏറ്റവും നല്ല ഓർമ്മകളായി മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്